വളരെ ഹൃദയം നിറഞ്ഞിട്ടാണ് ഞാൻ ഈ വേദി നിൽക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഗാനമേള വേദികളിൽ ഇതുപോലെ നിന്ന് ആളുകൾക്ക് മുമ്പിൽ പാടുമെന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അള്ളാഹുവിനെ കാണാൻ എന്നെപ്പോലെ ഒരുപാട് ആളുകളെ കൂട്ടിയ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഹൃദയത്തിൽ പറയുന്നതിനപ്പുറമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നുള്ളത് ഒരുപാട് പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോടൊപ്പം സിദ്ദാറുൽ ഹഖ് എന്ന നിങ്ങൾ ഹൃദയത്തിലേറ്റി നെഞ്ചിലേറ്റി ലാളിക്കുന്ന ആ വലിയ മനുഷ്യന്റെ ഒപ്പം ആ വലിയ ഉസ്താദിന്റെ ഒപ്പം അറിവിന്റെ ആ നിറകുടത്തിനൊപ്പം ഈ വേദിയിൽ ഉയർന്നു നിൽക്കാൻ ഒരവസരം കിട്ടിയതിന് ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒപ്പം ഈ വേദിയിലുള്ള മഹാന്മാര് അവരുടെ മുമ്പിലൊക്കെ ഒന്ന് നിൽക്കുക, അല്ലെങ്കിൽ അതിനു മുമ്പിൽ നിന്ന് റസൂലിനെ പുകഴ്ത്തിയ ഒരു പാട്ട് ആത്മാർത്ഥമായി പ്രതിഫലത്തിന് വേണ്ടി പാടുക എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് 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 ചെറുപ്പക്കാർ ഉസ്താദിന്റെ പിന്നിൽ ഉസ്താദിന്റെ നന്മയുടെ ഒരുപാട് വാക്കുകൾ കേട്ട് ഇറങ്ങിത്തിരിച്ച് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ഇറങ്ങിത്തിരിച്ച് ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകും എന്നുള്ളത് ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ പിന്നിൽ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം കാണാൻ, നാളെ അള്ളാഹുവിനെ കാണാൻ കൂട്ടിയ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹിയെ അനുസ്മരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന് വേണ്ടിയിട്ട് ഹബീബിന് ഒരു സലാം പറഞ്ഞിട്ടൊരു പാട്ട് ഞാൻ പാടുകയാണ്. ഞാൻ ഇതുവരെ പാടിയ ശൈലി അല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാകാം, അതേം ക്ഷമിക്കണം എന്ന വിനീതമായി കൂടി അവതരിപ്പിച്ചുകൊണ്ട് പാട്ടിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാം ഓദിടാം യാ റസൂലേ ഹബീബേ, സലാം ഓദിടാം യാ റസൂലേ ഹബീബേ, സദാ നമ്മൾ നാഥനേകിടട്ടെ. സലാം ഓദിടാം യാ റസൂലേ ഹബീബേ, സലാം ഓദിടാം യാ റസൂലേ ഹബീബേ. തനിയാമിനാവിതൻ പരുളാത്ത പൂവേ, ഹലീമാബി പോറ്റിയ വിശുദ്ധ നിലാവേ, തനിയാമിനാവിതൻ പരുളാത്ത പൂവേ, ഹലീമാബി പോറ്റിയ വിശുദ്ധ നിലാവേ, നബിയായ അവസാനം അവതരിച്ചോരേ, നബിയായ അവസാനം അവതരിച്ചോരേ, പാരിതിൽ റഹ്മത്താൽ പിറന്ന റസൂലേ, സലാം ഓദിടാം യാ റസൂലേ ഹബീബേ, സലാം ഓദിടാം യാ റസൂലേ ഹബീബേ. മഹനീയ ദീനിൻ വഴികാട്ടിയോരേ, മരുഭൂമി മലർ വിരിച്ച നൂറേ, മഹനീയ ദീനിൻ വഴികാട്ടിയോരേ, മരുഭൂമി മലർ വിരിച്ച നൂറേ, മർത്യനിൽ ശ്രേഷ്ഠനാം അല്ലമീനോരേ, മർത്യനിൽ ശ്രേഷ്ഠനാം അല്ലമീനോരേ, മദീനയിലുറങ്ങുന്ന ത്വാഹ റസൂലേ, സലാം ഓദിടാം യാ റസൂലേ ഹബീബേ, സലാം ഓദിടാം യാ റസൂലേ ഹബീബേ, സദാ നമ്മൾ നാഥനേകിടട്ടെ. സലാം ഓദിടാം യാ റസൂലേ ഹബീബേ, സലാം ഓദിടാം യാ റസൂലേ യാ റസൂലേ ഹബീബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
السلام ورحمة الله. അത് എളുപ്പമല്ല. ഒരാളുടെ ജീവിതം കരിയർ മ്യൂസിക്കും പാട്ടുമായിരിക്കെ വളരെ പെട്ടെന്ന് ആ ഒരു ഫീൽഡിൽ നിന്ന് മാറുന്നത് വലിയ ചാലഞ്ചിങ് ആണ്. അതൊന്നും സാരമില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയൊരു തീരുമാനമെടുത്തതിന്റെ ഫലമാണ് ഇന്നിവിടെ നമുക്കൊക്കെ കാണാനും. ഞാൻ പറഞ്ഞു, നിങ്ങളാ ആലാപനം, നിങ്ങളുടെ ശബ്ദവും മധുരിമയും ഒക്കെ അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പാടാണ്ടിരിക്കരുത്. നല്ല പാട്ടുകൾ മ്യൂസിക് ഇല്ലാതെ പാടണം. ഇവിടെ പാടിയ പാട്ടിന് വല്ല കുഴപ്പമുണ്ടോ? എന്ത് രസമുണ്ട്, വളരെ മനോഹരല്ലേ? മ്യൂസിക് ഇല്ലാതെ പാടാം. നല്ല പാട്ടുകൾ, മദ്ഹുർ റസൂൽ, അള്ളാഹുവിനെ പറ്റി, നബിയെ പറ്റി, ദീനിനെ പറ്റി നല്ല അർത്ഥമുള്ള പാട്ടുകൾ മ്യൂസിക് ഇല്ലാതെ പാടാം. ഒരു വിരോധമില്ല. ഗാനമേളൊക്കെ വെക്കാൻ എങ്ങനെ മ്യൂസിക് ഇല്ലാതെ നല്ല പാട്ടുകൾ പാടാൻ. പെണ്ണുങ്ങളൊന്നും സ്റ്റേജിൽ കയറ്റാതെ അനസിനെ പോലെയുള്ള ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചിട്ട് നന്നായിട്ട് നല്ല പാട്ട് വെച്ചോളൂ. അൽഹംദുലില്ലാ. മനസ്സ് ചോദിച്ചു അതൊക്കെ വിജയിക്കുക. ഞാൻ പറഞ്ഞു അതൊക്കെ വിജയിക്കും. കാരണം ഇങ്ങനെ പാടുന്നവരെ കിട്ടാനില്ലാത്തതുകൊണ്ട്, ഇങ്ങനെയൊക്കെ പാടാൻ ആളുകളുണ്ടെന്നറിഞ്ഞാൽ വിളിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെയുള്ള എത്രയോ ചെറുപ്പക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം ഒരു മാറ്റത്തിന് പ്രചോദനമാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവിടുത്തെ ജീവിത പാരമ്പര്യവും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തിരുനബിയുടെ ബാല്യം വരെയുള്ള വിശദമായ ചരിത്ര പഠനമായിരുന്നു ഇന്നലെ ഇവിടെ അഭിനന്ദനായ എന്റെ സുഹൃത്ത് അബ്ദുൽ അസീസ് ഫൈലി ഉസ്താദ് ഇവിടെ നടത്തിയത് എന്നറിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇന്നും മദ്ഹ് തന്നെ ആയിക്കൊള്ളട്ടെ എന്നാണ് ഞാനും ഉദ്ദേശിച്ചത്. മുത്തുനബിയെ സംബന്ധിച്ച് പറയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം